ഹലോ സുഹൃത്തുക്കളെ, നമ്മളിന്ന് പോകാൻ പോകുന്നത് വെള്ളത്താൽ ചുറ്റപ്പെട്ട അതിമനോഹരമായ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്തിന്റെ പേരാണ് ലങ്ക. നമുക്ക് പോയാലോ? കമോ. നമ്മളിപ്പോൾ ലങ്കയിലോട്ടാണ് പോകുന്നത്. എൻ്റെ വീട്ടിൽ നിന്നും ലങ്കയിലേക്ക് 3 കിലോമീറ്റർ ഉണ്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് പതാരം. വളരെ മനോഹരമാണ് പതാരം. ലങ്കയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് പച്ചപ്പും ഹരിതവും കാണാൻ കഴിയുന്നു. ഇതാണ് കട്ടക്കമ്പനി. കട്ടകൾ നിർമ്മിക്കുന്ന കമ്പനി, കട്ടക്കമ്പനി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ലങ്കയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലങ്ക. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് നമ്മുടെ ലങ്ക. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയും നല്ല അടിപൊളി സ്ഥലം. ഇവിടെ നമുക്ക് വഞ്ചി അവിടെ കാണാൻ കഴിയുന്നതായിരിക്കും. വളരെ മനോഹരമാണ് ഇതെല്ലാം കാണാൻ. ഈ വഞ്ചിയിൽ നിന്നാണ് അവർ അക്കരെ കടക്കുന്നത് എന്നാണ്. ഇവിടെ നമുക്ക് ഒരു മീനിന്റെ സംഘത്തെ കാണാൻ കഴിയുന്നുണ്ട്. വളരെ മനോഹരമാണ് അവയെ കാണാൻ. ഇനി നമുക്ക് ഈ പ്രകൃതി നമുക്കൊന്ന് ആസ്വദിക്കാം. അവിടെയെല്ലാം വൈകിട്ട് വരികയാണെങ്കിൽ നമുക്ക് അവിടെ സൺസെറ്റ് കാണാൻ കഴിയുന്നതായിരിക്കും. അത് കാണാൻ വളരെ മനോഹരമായിരിക്കും. എന്താ പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. നിങ്ങൾ ഒരിക്കൽ ഇവിടെ വരേണ്ടതാണ്. അപ്പോൾ കമോൺ ഗീസ്, നമുക്ക് നോക്കാം. അതുകൊണ്ട് നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്ക് കാണാൻ കഴിയും. വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കിവിടെ കാണാൻ കഴിയും ഫൈബർ കൊണ്ടുള്ള ഒരു വഞ്ചിയും തടി കൊണ്ടുണ്ടാക്കിയ വഞ്ചിയും നമുക്ക് കാണാൻ കഴിയും. ഞാനിങ്ങനെ നടക്കുന്ന സമയത്താണ് ഇവിടെ ഒരുപാട് മഞ്ഞപ്പൂക്കളെ കാണാൻ കഴിഞ്ഞത്. അതിസുന്ദരമായ മഞ്ഞപ്പൂക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഇതാണ് മഞ്ഞപ്പൂക്കൾ. ഇവയെല്ലാം കണ്ട് ഞാൻ മതിമറഞ്ഞു നിൽക്കുകയായിരുന്നു അവിടെ. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കൂ. എന്താ ഭംഗിയല്ലേ അതിനെ കാണാൻ. ഇതാണ് നമ്മുടെ. അപ്പോൾ സുഹൃത്തുക്കളെ, ആ കാണുന്നതാണ് പള്ളിക്കലാറിന്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ ഒരുപാട് പായലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ വലിയ പായലുകളുടെ പേരാണ് കുളവാഴ എന്ന് അറിയപ്പെടുന്നു. ഇങ്ങനെ ഞാൻ നടക്കുന്ന സമയത്താണ് ഞാനൊരു കാര്യം കാണുന്നത്. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ഞാൻ കണ്ടത്. ഞാൻ അങ്ങോട്ട് ഓടിച്ചെന്നു നോക്കി. നോക്കിയപ്പോൾ അവിടെ കണ്ടത് ഒരുപാട് ഗപ്പിക്കുഞ്ഞുങ്ങളെയായിരുന്നു. മാനത്തുകണ്ണിയും ഗപ്പിക്കുഞ്ഞുങ്ങളും. അവിടെ ചെറിയ ചെറിയ പായലുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനെ പറയുന്ന പേരാണ് ആഫ്രിക്കൻ പായൽ. വളരെ മനോഹരമായ ഇതാണ് ആഫ്രിക്കൻ പായൽ. ഇത് ചില സ്ഥലത്തുകൾ മാത്രമേ ഇത് ഒരേലിട്ടാൽ ഒരുപാടാവും. ഇതാണ് ആഫ്രിക്കൻ പായൽ. അങ്ങോട്ടൊക്കെ ഭയങ്കര ചതുപ്പ് നിലങ്ങളാണ്. അവിടെയൊക്കെ ഇറങ്ങാൻ പാടില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ചെടികളെ ഞാൻ തഴുകി നടക്കുകയായിരുന്നു സുഹൃത്തുക്കളെ. ഞാൻ ചെടികളിങ്ങനെ തഴുകി നടക്കുന്ന സമയത്താണ് ആ കാഴ്ച ഞാൻ കാണുന്നത്. ഞാൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. അപ്പോൾ കണ്ടത് ഒരുപാട് മീൻ കൂട്ടത്തെയാണ് ഞാൻ അവിടെ കണ്ടത്.
എൻ്റെ തലവെട്ടം കണ്ടപ്പോഴത്തേക്കും അവർ വെള്ളത്തിനടിയിൽ ഒളിച്ചിരുന്നു. അപ്പോഴാണ് ഞാൻ കാണുന്നത് ഒരു ചുമന്ന കളറിലെ തുമ്പി. അതിനെ കാണാൻ എന്തു മനോഹരമാണ്. അതിനു ചുറ്റും പറന്നു നടക്കുന്ന വേറൊരു തുമ്പിയുമുണ്ട്. നിങ്ങളതിനെ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ടത് കൊണ്ടാണ് ഈ സ്ഥലത്തെ ലങ്ക എന്ന് വിളിക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വരാൻ ഈ സ്ഥലം ഏതാണെന്ന് അറിയണ്ടേ? ശാസ്താംകോട്ട ശൂരനാട് തെക്ക് ഗ്രാമപഞ്ചായത്തിലെ കിടങ്ങയത്താണ് ഈ ലങ്ക. ഇവിടുന്ന് നോക്കിയാൽ അക്കരെ കാണാം. ഇവിടുന്ന് അക്കരയിലേക്ക് പോവാൻ കടത്ത് വഞ്ചിയുണ്ട്. അടുത്ത നാളുവരെ ആരും അധികം അറിയപ്പെടാത്തൊരു സ്ഥലമാണ് ലങ്ക. ഇപ്പോൾ ഒരുപാട് ആളുകൾ കേട്ടറിഞ്ഞ് ഇവിടെ വരുന്നുണ്ട്. വിനോദസഞ്ചാര മേഖലയിൽ ഒരുപാട് സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ലങ്ക. പ്രകൃതിയുടെ വരദാനമാണ് ഇതേ കൂട്ടത്തെ സ്ഥലങ്ങൾ. നിങ്ങൾ ഈ സ്ഥലം കാണാൻ തീർച്ചയായും വരേണ്ടതാണ്. ഇവിടെ ഒരു വഞ്ചി കിടപ്പുണ്ട്. ഈ വഞ്ചിയിൽ നിന്നാണ് ആൾക്കാർ മീൻ പിടിക്കാൻ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതേ കൂട്ടത്തെ സ്ഥലം കണ്ടിരിക്കേണ്ടതാണ്. വളരെ മനോഹരമായ ഈ പ്രകൃതിയെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടല്ലേ ഈ പ്രകൃതി നമ്മളെ ഇവയെ ഒരുക്കിയിട്ടിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് ഈ പ്രകൃതിയെ ആസ്വദിക്കണം സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബൈ ബൈ.